രാവിലെ ഇറങ്ങുമല്ലോ, ലഘുലേഖയൊക്കെ ആയിട്ടില്ലേ, വേദപുസ്തകമൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങുന്നവരുണ്ട്. ഒരാളെന്നോട് പറഞ്ഞ് 7 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. നല്ല കാര്യം. 7 മണിക്ക് ഇറങ്ങും. കയ്യിലിരിക്കുന്നത് തമ്പിയുടെ ഹൃദയം. സ്വന്തം അനിയനുമായിട്ട് മിണ്ടുകയില്ല, സ്വന്തം അനിയനോട് മിണ്ടുകയില്ല. കയ്യിലിരിക്കുന്നത് തമ്പിയുടെ ഹൃദയം. എന്നെ മിണ്ടാത്ത അതിര് തർക്കം. അവൻ IPC, ഇവൻ ചർച്ചോക്കോട്ട്, രണ്ടുപേരും പോകാൻ ഇരിക്കുക. എങ്ങോട്ട്? രണ്ടു കൂട്ടരും പോവുക. അതിര് തർക്കം. സന്ധ്യാകുമ്പോ ഇവൻ പാട്ട് പാടുക, എൻ്റെ ദേശം ഇവിടെയല്ല. ഉടനെ അപ്പുറം ഇരുന്ന് അവൻ തമ്പേരടിച്ചു, നാടില്ല നമുക്ക് ഈ ഉലകിൽ. അവൻ കയിപ്പിച്ച, ഇവന് ലോപിച്ച. എന്നെ സൂക്ഷിച്ചു നോക്കും. ഉള്ള കാര്യമാണ്, ഉള്ള കാര്യം. ഈ ഏരിയയിലും കാണും ഇങ്ങനത്തെ വിദ്വാന്മാര്. പാസ്റ്റർ പറയുമൊന്നും വേണ്ട ആരാന്ന്, അല്ലെങ്കിൽ ഇരുന്ന് പുറക്കണ്ടായോ. എന്റെ സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്തിന് വിഘ്നം വരുത്താതിരിക്കേണ്ടതിന് സകലതും പൊറുക്കണം. നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കണം. മാതാപിതാക്കൾ എന്തെങ്കിലും അപാകത വന്നിട്ട് ക്ഷമിക്കണം. മക്കൾ എന്തെങ്കിലും അപാകത വന്നിട്ട് ക്ഷമിക്കണം. ഭാര്യയോട്, ഭർത്താവിനോട്, സഹോദരങ്ങളോട്, അയലത്തുകാരോട്, ബന്ധുമിത്രാദികളോട്, അല്ല സഭയിൽപ്പെട്ടവരോടൊക്കെ ക്ഷമിക്കണമെന്ന്, പൊറുക്കണം. ഇത് തമ്മി മിണ്ടുകയില്ല, കയ്യും കൊടുക്കുകയില്ല, സഹകരിക്കത്തുമില്ല. എന്നിട്ട് രാവിലെ ഇറങ്ങും. എന്നെ എല്ലാവരും എടുക്കപ്പെട്ടോ, അനക്കമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പൊറുക്കണേ, ക്ഷമിക്കണേ. തെറ്റ് ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും. നീ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നയാളാ, നീ ക്ഷമിക്കണം. നമ്മളാ ക്ഷമിക്കണ്ടേ. മാതൃക യേശു. വിവരിക്കുന്നില്ല, അറിയാം. എന്ത് ഞാനെന്തിനാ ഇതൊക്കെ എല്ലാം പഠിച്ചു വന്നിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കീർവാണം പറയും. ഉണ്ണുണ്ണു സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്, എന്നിട്ട് നിനക്ക് പൊറുക്കാൻ മനസ്സില്ലല്ലോ. കുക്ക് സാഹിബിനെ കണ്ടിട്ടുണ്ട്. എന്നോടൊരാൾ, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. പാരമ്പര്യം, നല്ല കാര്യം. നേരത്തെ ഇറങ്ങിയല്ലോ, വലിയ കാര്യം. പക്ഷെ പൊറുക്കാനൊരു മനസ്സുണ്ടോ? ക്ഷമിക്കാനേ, അതുകൂടെ വേണം കേട്ടോ. ഇതറിയിക്കുന്നവരെ ക്ഷമിക്കണം. അവിടെ വിവരിക്കുന്നില്ല, മുഖമൊക്കെ വല്ലാതാകുന്നു. ചിലക്കിപ്പം എഴുന്നേറ്റ് പോയാൽ കൊള്ളാന്നോട്ട്. പിന്നെ ഇരിക്കുന്നതിനാന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞ് ബോധമില്ലാത്തവനാ വരുന്നത്, ദൈവത്തെ ഓർത്ത് എഴുന്നേക്കരുത്, അയാളെ ഇടവും വല്ലതും ഒന്നും നോക്കുകയല്ല, വിളിച്ചു വല്ലതും പറയാൻ നാണക്കേട്, അതുകൊണ്ട് ഒന്നും മിണ്ടിയാക്കരുത്. അതുകൊണ്ട് മമ്മി ഇരിക്കുക. എനിക്കറിയാം ഇരിപ്പ് കാണുമ്പോൾ. ക്ഷമിക്കണേ. ക്ഷമിക്കാൻ മനസ്സില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്ഷമയോടെ വേണം തിരിച്ചു പോകാൻ. നിരപ്പ് പ്രാപിക്കണേ, കൈ കൊടുക്കണേ, മിണ്ടണേ, സ്നേഹിക്കണേ. ദൈവ സ്നേഹമാ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ആരാ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? വിശ്വാസി ഉപദേശിയോട് ഉടക്കുണ്ടാക്കരുത്, ഉപദേശിച്ച് വിശ്വാസിയോടും ഉടക്കുണ്ടാക്കരുത്, തമ്മിത്തല്ലുണ്ടാക്കരുത്, ചിത്രിപ്പുണ്ടാക്കരുത്, ഗ്രൂപ്പിസം കളിക്കരുതെന്ന്. ആട്ടെ, വിവരിക്കുന്നില്ല. 22 വായിച്ചോ ലീന, ആ അധ്യായം തന്നെ. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഈ ഒരു മനസ്സുണ്ടായിരിക്കണം. സുവിശേഷം നിമിത്തം ഞാൻ സകലതും. ഈ യോഗം കഴിയുമ്പം ആ കസാര ഒന്ന് അടുക്കി വെക്കാൻ സുവിശേഷ നിമിത്തമാണ്. ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുത്ത് അവരെ ഒന്ന് ഇരിക്കാൻ.
അല്ലെ നടക്കാൻ മേലാത്ത ഭക്ഷണം എടുത്ത് കൊടുക്കാൻ. ഇതൊക്കെ ചെയ്യണം. ഇത് കളവനെ തട്ടിയിട്ടാ പോയി കഴിയുന്നു. ഞാൻ ഞങ്ങളുടെ സഭയെ പറയും, പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെ അവിടെ ഇരുത്തണം, ചുമ്മാ ലൈനിൽ നിർത്തിക്കരുത്. ചോദിക്കണം, അപ്പച്ചൻ എന്തുവാ ഇഷ്ടം, ഇന്നതാ അവിടെ ഉള്ളത്, എന്ത് വേണം, അപ്പം പറയും അവിടെ ഇരുന്ന് കൊണ്ടുതരാം. കൊണ്ട് കൊടുക്കണം, വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കണം, കൈ കഴുകാനും കുടിക്കാനും ഒക്കെ. അല്ല ചുമ്മാ പൂണന്റെ തീറ്റിൻ്റെ അങ്ങ് പോകരുത്. ഉള്ള കാര്യമായി പറയുന്നത്. അയ്യോ കല്യാണത്തിനൊക്കെ ഇതിൻ്റെ എല്ലാം ആർത്തിപ്പണ്ടാരം ഇടിച്ച് കയറുന്ന കാണണം. പ്രായമുള്ളവരെയൊക്കെ ഒന്ന് ബഹുമാനിക്കണേ. എനിക്കിതൊക്കെ പറയാൻ നല്ല പ്രാഗൽഭ്യമുണ്ട്. അതാണ്ട് ഞങ്ങളുടെ സഭയിൽ ചോദിച്ചു നോക്കും, ഞാൻ അങ്ങനെയാണ് എല്ലാ ആഴ്ചയിലും എല്ലാവർക്കും ഭക്ഷണമുണ്ട്, ഞാനോട് കൂടി എല്ലാവർക്കും വിളമ്പിയും കൊടുക്കും. ഉണ്ടാക്കാനും ഒക്കെ കൂടും. അത്യാവശ്യം കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നിങ്ങളെപ്പോലൊന്നും വലിയ മിസ്സിസ് കെ മാത്യു ഒന്നും അല്ല. എന്നാ മാമ പറഞ്ഞു? ഏതാണ്ട് പറഞ്ഞു അവിടെ ഇരുന്ന് എന്തോ ഗുരുക്കൊപ്പിച്ചു. ദൈവത്തിന് മഹത്വം. വിളമ്പിയും കൊടുക്കും. എല്ലാ സൺഡേയിലും വരുന്നവർക്ക് ഭക്ഷണമുണ്ട്. കൃപയാൽ കൃപ ഇന്നും ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചെന്ന് ഉറപ്പ് വരുത്തിയേച്ചേ ഞാൻ കഴിക്കുകയുള്ളൂ. എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നും ഞാൻ പറയല്ല, എൻ്റെ സാക്ഷ്യമാണ്. ചില മാസന്മാരുണ്ട്, അവരുടെ വീതവും മേടിച്ചുകൊണ്ട് നേരെ പോയിരുന്ന് അങ്ങ് വിശ്വാസിച്ച് കഴിച്ചോ കുടിച്ചോ ഒന്നും വിഷയമല്ല. സ്വോത്ര കാഴ്ച മേടിക്കും. ചില കൺവെൻഷനൊക്കെ ചെന്ന് പഠിച്ചു നിൽക്കുന്നവനൊക്കെ ഇന്ന് വിരിക്കുക. ഇവിടെ പിന്നെ സ്വോത്ര കാഴ്ച ഇല്ലായിരുന്നല്ലേ, എടുത്തോ ഉണ്ടായിരുന്നു. നേരത്തെ എടുത്തെല്ലാം വെച്ചിരിക്കുക. എന്നാ അത് എൻ്റെ കൊണ്ട് കിട്ടുമോ? ഒന്ന് പിടിച്ചോ. ഞാനോടത്തില്ലായിരിക്കുമോ? അല്ല ചെറുക്ക് മേടിക്കാനറിയാം, കൊടുക്കാൻ. കൺവെൻഷൻ കഴിഞ്ഞവർ വെള്ളം പോലും കൊടുക്കുകയല്ലേ യുവമാര്. ഇവിടെ കുറഞ്ഞ പക്ഷം ഒരു കാപ്പി 3 അല്ല 4 ദിവസം 5 ദിവസം അങ്ങ് പിരിക്കുകയല്ലേ. വലിയ വിലയിൽ നിന്ന 2 ദിവസത്തെ കാഴ്ചയാ അങ്ങ് പിരിക്കുക. മേടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കൊടുക്കാനും കൂടെ അതൊക്കെ പഠിക്കണം. എല്ലാവരും സ്തോത്രം. സ്വോത്രം കഴിച്ചെടുക്കാൻ തോക്കുമായിട്ട് ഓടുന്നത് പോലല്ലേ ഓടുന്നേ. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. സുവിശേഷ നിമിത്തം എല്ലാം ചെയ്യുക, ദൈവത്തിന് മഹത്വം. ആ വിഷയം വിടുക. അപ്പം എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? ശിവഭാഷ സമയമായി നോക്കുന്നു. 8:50 എപ്പോഴാണ് നിർത്തേണ്ടത്? ആണോ? നല്ല അനുസരണം. അങ്ങനെ ആണെങ്കിൽ മിക്കവാറും 12 മണി വരെ പോകും. പിന്നെ വിഷയം പോയിട്ട് കിടക്കുക. ഞാൻ പെട്ടെന്ന് നിർത്താം. നല്ല മനസ്സിന് നന്ദി. അപ്പൊ ശ്രദ്ധിച്ചേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ രണ്ടുകൂടിരുന്നോണം ഞങ്ങൾ പോവാന്നായിരിക്കും. നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നാൽ മതി എന്നപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഇരുന്നാൽ മതി, എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ പോവാന്ന് അവർ ചിലപ്പം പറയുമായിരിക്കും. പറഞ്ഞില്ല ഹൃദയത്തിലെങ്കിലും ചിലരുടെ ചിന്ത വന്ന് കാണും. പിന്നെ ഇതൊക്കെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാവും. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനെ രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വസൃഷ്ടികൾ, സർവ്വജാതികൾ. എങ്ങനെയാ ഇത് പറയേണ്ടത്? ദൈവം വിളിച്ചെന്നും അത് അഭിമാനത്തോടൊക്കെ ഇത് പറയുന്നത്, ശക്തിയോട് പരിശുദ്ധാത്മാവോട് ബഹുനിശ്ചയത്തോട് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഇത് കേൾക്കണം. മാത്രമല്ല ഈ പറയുന്നവരെങ്ങനെ ആയിരിക്കണം? എല്ലാം പൊറുക്കണം, എല്ലാം ചെയ്യണം. അടുത്ത പോയിന്റ്. ഇങ്ങനൊക്കെ പറയുന്ന ഈ സുവിശേഷത്തിന്റെ വിശേഷത എന്താ? ഇതിന് വിശേഷതയുണ്ട്. സുവിശേഷത്തിന് ഒത്തിരി വിശേഷത. ഞാൻ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് കുറിച്ചു വെച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത 22 പോയിന്റ്. 22 പോയിന്റ് എൻ്റെ പഠനത്തിലാണ്. വേറെ നിങ്ങൾ ചിന്തിച്ചാൽ ഇനിയും കാണും. ഞാനൊരു 22. അതല്ല ഈ വേറെ പുസ്തകം നോക്കി എഴുതിയതാ കേട്ടോ. ചെല്ലു പറയാ ഗൂഗിളിനകത്ത് കയറുക. എനിക്കത് കയറാനും അറിയാൻ മേല, അഥവാ കയറിയാൽ ഇറങ്ങി വരാനും അറിയാം. അതുകൊണ്ട് ഞാൻ കയറാറ്.
കയറുന്നവർ കയറട്ടെ, എപ്പോഴേലും ഇറങ്ങി വരട്ടെ. ഞാൻ കൂടെ കൂടെ കയറുന്നത് വേദപുസ്തകം എടുത്തിങ്ങനെ എനിക്ക് ഭാഷയൊന്നും വശമില്ല. പിന്നെ മലയാള ഭാഷ എല്ലാ വശവും അറിയത്തില്ലെങ്കിൽ ഏറെ കുറേ അറിയാം. അതുകൊണ്ട് ഇതിങ്ങനെ നോക്കി വായിക്കും, വേറൊന്നും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇതിനകത്തൂടെ ഒന്ന് ധ്യാനിച്ച് പഠിച്ചപ്പോൾ 22 പോയിന്റ് സുവിശേഷത്തിന്റെ വിശേഷത. ഇപ്പൊ നിങ്ങൾ ചില നമ്മൾ രണ്ടുമല്ല, ഇവര് പലരും ചിന്തിക്കുക താൻ 22 പറഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് രാത്രി ഞങ്ങൾ വിടുവോളോന്നായിരിക്കും. ഓ ഇല്ലില്ല, ഇരിപ്പ് കണ്ടിട്ട് 5 പോലും പറയാൻ തോന്നുന്നില്ല. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? അയ്യോ, സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. അത് വിശദീകരിക്കാതെ ദൈവദാസനെ പേരെന്തുവാ, സാബുരാജ്. നിങ്ങൾ രണ്ടും മാറി, നിങ്ങളുടെ കയ്യിൽ ആ മായിക്കും. അതുകൊണ്ടാണ് വേറെ വായിക്കുന്ന മൂച്ചുള്ള പെണ്ണുങ്ങളുണ്ട്, അവരും പമ്മിയിരിക്കുക. നിങ്ങൾക്ക് മായിക്കുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ അടങ്ങിയിരിക്കുക. അപ്പൊ നിങ്ങൾ രണ്ടും ചാടിയാടാന്ന് വായിക്കണം, കമ്പിവാചകം പോലെ. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖന 1:16 പെട്ടെന്ന് വായിച്ചോ, അറിവുള്ള വാക്യമാണ്. റോമാലേഖന 1-ാം അധ്യായം 16-ാം വാക്യം എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. അയ്യോ, നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ അയലത്തുകാരനെ രക്ഷിക്കും, ദേശത്തെ രക്ഷിക്കും, സകലരെയും രക്ഷിക്കും. രക്ഷപ്പെടാൻ ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒറ്റ മാർഗം, അത് സത്യ സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല.